മക്കളെ ഈച്ച 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 ഭയങ്കര ഈച്ച ശല്യമാണ്. നമ്മൾ ഈ മീൻ കച്ചവടക്കാരായതുകൊണ്ടായിരിക്കും, പിന്നെ അടുത്ത് കോഴി ഫാം ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. ഭയങ്കര ഈച്ചക്കാരം. ഈച്ച പോകാനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇന്നലത്തെ മീൻകറി നമ്മുടെ അടിപൊളി ദോശ, ആഹാ അന്തസ്. അപ്പോൾ ഈച്ച പോകാനുള്ള ടിപ്സുകളുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ നമ്മൾ കമൻറ്റിൽ രേഖപ്പെടുത്തണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ്. ഹലോ മക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വെറും 6500 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ 50Kയിലേക്ക് എത്തുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 50K പെട്ടെന്ന് ആക്കണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ നയിച്ചിട്ട് നമ്മുടെ ചെക്കനാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നൊക്കെ പറയാം കേട്ടോ. മക്കളെ, നമ്മുടെ നാട് നോക്കി നിങ്ങൾ, മാഷാ അല്ലാഹ് എന്ത് മനോഹരമാണല്ലേ. അഥവാ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെ വന്ന സമയത്ത് ഇവിടെ വേറെ വീടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ പോണ റോഡ് കണ്ടില്ലേ, ഇത് ഇതേപോലെ ടാർ ചെയ്തായിരുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ പോസ്റ്റ് ലൈറ്റൊക്കെ പോകുന്നുണ്ടല്ലോ, പോസ്റ്റൊക്കെ കണ്ടില്ലേ. ഇതൊന്നും പോസ്റ്റ് ഉണ്ടായിരുന്നില്ല. പോസ്റ്റ് ഉണ്ടാവണമെങ്കിൽ കറണ്ട് ഉണ്ടാവണമല്ലോ, കറണ്ട് ഉണ്ടായിരുന്നില്ല, വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനെ കുറിച്ചുള്ള സംഭവം കേട്ടോ. പൊതുവേ ഇവിടെ വെള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവെ കുറവാണ്. ഇതാ ചെറുക്കനുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ പെരീക്ക് നൗഫലാണെങ്കിലും ഷാനു ആണെങ്കിലും ബിലാലാണെങ്കിലും അല്ല ആരാണെങ്കിലും ആദ്യം നമ്മുടെ പെരീക്ക് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞിങ്ങനെ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടോടനെ ലൈക്കൊക്കെ അടിച്ചോളി കേട്ടോ. ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ സാധ്യതകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ്. വീട്ടിലേക്ക് ആര് വന്നാലും ആദ്യം ചോദിക്കുന്നതാണ് എന്താണ് ടാങ്ക് ഇവിടെ കുഴിച്ചിട്ടിക്കണേന്ന്. അപ്പോൾ എന്താണ് നമ്മളിവിടെ ടാങ്ക് ഇങ്ങനെ കുഴിച്ചിട്ടിക്കണെന്നുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം ആൾക്കാർക്ക് അറിയും നമുക്കറിയില്ല. ഇവിടെയാണ് നമ്മുടെ പൈപ്പ് കണക്ഷൻ ഉണ്ടാകുന്നത്, ലൈൻ പൈപ്പിൻ്റെ കണക്ഷൻ ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു സംഭവം ചെയ്ത് സക്സസ് ആയ ഉടനെ നമ്മുടെ അയൽലോകത്തെ വീട്ടിലും അതേപോലെ ഒരു കുഴി കുത്തിയിട്ട് ഓലും ഒരു ടാങ്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. അതും സക്സസ് ആണ്. അതിലും ഇതേപോലെ തന്നെ വെള്ളം നമുക്ക് അതിലേക്ക് വരും. അതിൽ അവർ മെയിൻ മോട്ടർ വെച്ചിട്ട് മെയിൻ ടാങ്കിലേക്ക് അടിക്കും. അതാ നമ്മുടെ പെരയിൽ അവിടെ മീൻ നന്നാക്കാണ്. ഇപ്പോൾ കച്ചവടം കഴിഞ്ഞ് വന്നിട്ടുണ്ട്, അവിടെ മീൻ നന്നാക്കി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഈ പൈപ്പിൻ്റെ സംഭവത്തിലേക്ക് തന്നെ വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടില്ല നിങ്ങൾ, ഇവിടെയാണ് അതിൻ്റെ കൺട്രോള് കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങളൊക്കെ പെരയിൽ ഈ ഒരു ഭാഗത്ത് ഒരു പൈപ്പാണ് ഉണ്ടാകാൻ സാധ്യത ഉള്ളത്. ഇപ്പോൾ അവിടെ കണ്ട ഒരു ജോയിൻ്റ് പോലെ സംഭവം കാണുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെല്ലാവരും വീട്ടിൽ ഒരു പൈപ്പ് കാരണം വെച്ചിട്ടുണ്ടാകും. നമ്മളെന്ത് ചെയ്തു, ആ പൈപ്പിനെ ഒഴിവാക്കിയിട്ട് അത് നമ്മൾ താഴ്ത്തിയിട്ട് നേരെ നമ്മുടെ ടാങ്കിലേക്കാണ് കണക്ഷൻ കൊടുത്തു. ഇപ്പോൾ ടാങ്കിലേക്ക് ഒരു ജോയിൻ്റ് കാണുന്നുണ്ടെങ്കിൽ ഈ ജോയിൻ്റ് ഇവിടെ നമ്മൾ പൈപ്പിന് വരാൻ കൊടുത്താണ്. അതിലൂടെ നല്ല ഫോഴ്സിൽ വെള്ളം വന്നിട്ട് ഇങ്ങനെ ചാടും. അപ്പോൾ അതാണ് നമ്മൾ നിലവിൽ ചെയ്ത ഒരു ഐഡിയ. നമ്മളവിടെ കുഴൽക്കിണറൊക്കെ ഉണ്ട് കേട്ടോ. കുഴൽക്കിണറിൽ നമുക്കൊരു 2 ടാങ്ക് വെള്ളമൊക്കെ കിട്ടും. ഇഷ്ടംപോലെ വെള്ളം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതാ നമ്മുടെ പെരയുടെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മോട്ടർ ഉണ്ടെങ്കിൽ ഈ കാണുന്നതാണ് നമ്മുടെ കുഴൽക്കിണർ കേട്ടോ. കുഴൽക്കിണറിൽ നിന്ന് നമ്മൾ വെള്ളം ആ ടാങ്കിലേക്ക് അടിക്കാറ് കേട്ടോ. അഥവാ ഈ ടാങ്കിലാണ് നമ്മൾ വേറൊരു മോട്ടർ വെച്ചിട്ട് നമ്മുടെ മെയിൻ ടാങ്കിലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ മോട്ടർ നമ്മുടെ ആ കുഴിച്ചിട്ട ടാങ്കിലാണ് ഉള്ളത് കേട്ടോ. ഇതിൽ നിന്നാണ് നമ്മൾ വെള്ളം നമ്മുടെ മെയിൻ ടാങ്കിലേക്കൊക്കെ അടിക്കുക. ഇതെന്താണ് മീമിയ? വത്തല് മീമിയാണ്. വത്തല് മീമി അനക്കുവാണോ? ഇത് തിന്നു വത്തല് മീമി? തിന്നൂലേ? അങ്ങനെ വായിലിടുന്നേ ഉള്ളൂ അല്ലേ. നല്ല തിന്നോലോ വത്തല് മീമി. മോട്ടിയാക്കണ മീമിന്ന് ഇതെങ്ങനെ മീമിയാണെന്ന് പിന്നെ നോക്കട്ടെ. എങ്ങനെ മീമിന്ന് ഇത് പറയാ, എങ്ങനെ മീമി തിന്ന്? അത് ഞാൻ പൂച്ചക്ക് കൊടുക്കും. ഉമ്മച്ചി ഇങ്ങോട്ട് മീൻ നന്നാക്കാൻ നടത്തിയാലേ പെരയത്തെ പൂച്ചക്കുട്ടികൾ വരും, കോഴിക്കുട്ടികൾ വരും, എല്ലാവരും എത്തും. ഇതുണ്ടോ, ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ തിന്നുന്നുണ്ട്. ഇതപ്പുറത്ത് നമ്മുടെ ആ ജനലിൻ്റെ ബാക്കിൽ ഒരു കറുത്ത പൂച്ച കൂടി ഉണ്ട് കേട്ടോ. ഇവർക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേ കുട്ടികളുണ്ടാകുന്ന ആൾക്കാരാട്ടോ. അവിടെ അതാ ഒരു കറുപ്പ് പൂച്ച നിന്ന് കഴിക്കുന്നുണ്ട് മീൻ. ഇവിടെ അതാ ഒരു വെള്ളപ്പൂച്ച എന്നിട്ട് മീൻ കഴിക്കുന്നുണ്ട്.
നമ്മളെ ടാങ്ക് നിങ്ങൾ ഇരിക്കണുണ്ട് നിങ്ങൾ കുറേ കല്ലുകൾ പടുത്തിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ടാങ്ക് ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് ചില ആൾക്കാർക്ക് അറിയണ്ടാവും, ചില ആൾക്കാർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ നമ്മളവിടെ പൈപ്പിൽ ലൈൻ വെള്ളം വന്നു കഴിഞ്ഞാൽ ആ ടാങ്കിൽ നിന്ന് ഈ ടാങ്കിലേക്കാണ് നമ്മൾ വെള്ളം അടിക്കുക. ഇതിങ്ങനെ കെട്ടിയിട്ട് ഇത്ര ഹൈറ്റ് ആക്കാനൊരു കാരണമുണ്ട്. കാരണം നമ്മുടെ വീട് ഓടിട്ട വീടല്ലായിരുന്നോ, അപ്പോൾ നമുക്ക് ഹൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കല്ല് കെട്ടിയിട്ട് നമ്മൾ ഹൈറ്റ് ആക്കിയത്. ഇതുണ്ടോ ഈ പൈപ്പ് വരുന്നുണ്ടോ? ഈ പൈപ്പ് ഇങ്ങനെ പോകുന്നത് നമ്മുടെ ആ ലൈൻ വെള്ളത്തിൻ്റെ ടാങ്കിലേക്കാണ്. അതിൽ നിന്ന് നമുക്ക് നേരെ ഈ ടാങ്കിലേക്ക് വെള്ളം വരും. ഈ ടാങ്കിൽ നിന്ന് നമ്മളെ പേരുടെ ഉള്ളിൽ കൂടെയും നമ്മളെ ബാത്റൂമുകൾക്കൊക്കെ വെള്ളം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും. നമ്മളെ വീട് ഓടാവുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഈ ഒരു ഹൈറ്റിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തത് കേട്ടോ. നമ്മളവിടെ ഒരുപാട് കോഴിക്കുട്ടികളുടെ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഒരാൾ പൊരുന്ന് കിടക്കണു, അതിൻ്റെ ബാക്കിൽ ഒരാൾ പൊരുന്ന് കിടക്കണു, മുകളിൽ ഇതാ 2 ആൾ പൊരുന്ന് കിടക്കണു. അതുകൂടാതെ ഇതാ ഈ സൈഡിൽ ഇനിയൊരു, അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അവിടെ വേറൊരാളും കൂടി പൊരുന്ന് കിടക്കുന്നുണ്ട്. അതുകൂടാതെ ഇതാ ഇവിടെ ഒരു വെള്ള ഒരു കോഴിക്കുട്ടി ഇതാ പൊരുന്ന് കിടക്കുന്നുണ്ട്. ഒരു 5-6 ആൾക്കാർ പൊരുന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഭയങ്കര മറ്റേ നായ്ക്കൾ ഇതിൻ്റെയൊക്കെ ശല്യമുണ്ട് കേട്ടോ. വലിയ വലിയ നായ്ക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകൊണ്ട് കുറേ എണ്ണത്തിന് വന്ന് കൊണ്ടുപോകും. അപ്പോൾ അതാ വിരിച്ചിറങ്ങിയിൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. ഇതാ കാരണം ഈ കുട്ടികളൊക്കെ രക്ഷപ്പെട്ടവരാണ്. ബാക്കിയുള്ള ഇതിനൊക്കെ കുറേ എണ്ണത്തിന് നമ്മുടെ നായ്ക്കളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. അപ്പോൾ നമ്മളവിടെ കുറേ കോഴി ഐറ്റംസ് ഉണ്ട്, പ്രാവ് ഐറ്റംസ് ഉണ്ട്. ഇതിന് മുമ്പ് താറാവ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ 10-70 താറാവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മക്കളേതാ നമ്മുടെ പണിക്കാരതാ അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അവിടെ ആ മണൽ നടക്കണു, മുകളിലേക്ക് കൊണ്ടുപോകണു. പണി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ സൗണ്ട് ഡബ് ചെയ്യണേ നിങ്ങൾക്ക് നല്ല ക്ലിയർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മക്കളെ നമ്മളോടത്തെ ആ കിണറുണ്ട്. നമ്മളോടത്തെ കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കിണറാട്ടോ. നല്ല ആഴമുള്ള കിണറാണ്. അടിയിൽ നല്ല പാറയാണ്, നല്ല മുത്തുപോലത്തെ വെള്ളം ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് കുടിക്കാൻ നമുക്ക് വെള്ളം ഇഷ്ടം പോലെ കിട്ടും. നമ്മുടെ അയലോകത്തെ പെരക്കാരൊക്കെ കുടിക്കാൻ നിന്ന് കൊണ്ടുപോകൊണ്ട് നമുക്ക് വെള്ളം ഈ ലാസ്റ്റ് സമയമാകുമ്പോൾ ഒരു കഷ്ടിയായിട്ട് മാറും. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് വെള്ളം കേട്ടോ, പാറയത്തെ വെള്ളം കൊണ്ട്. മക്കളെ നമ്മുടെ അയലോകത്തെ പെരക്കട ഞാൻ കടന്നിരിക്കണത്. ഇവിടെ നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട് കേട്ടോ. ഇവിടെ പെരയിൽ കോഴി ഫാം ഉണ്ട്, റബ്ബർ എസ്റ്റേറ്റ് ആണ്, പശു ഫാം ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു വീടാണ് നമ്മുടെ അയലോകത്തെ വീട് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇതാണ് ഞങ്ങൾ കോഴികളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഷെഡുകളിലൊക്കെ കോഴികളാണ്. ഞാൻ നല്ലോണം അടുത്തേക്ക് പോകാത്തത് ഈ കോഴികൾക്കൊക്കെ ചിലപ്പോൾ കണ്ണെട്ടുന്ന പരിപാടികളൊക്കെ ഉണ്ട് തോന്നുന്നു. അതാണ് ഞാൻ അത്രയും ഇങ്ങോട്ട് ക്ലോസ് ആക്കിയിട്ട് കാണിക്കാത്തത്. നമുക്കിവിടെ ഒരു വിശദമായിട്ട് നല്ലൊരു അടിപൊളി വീഡിയോ എടുക്കാം. ഇവിടെ ഭയങ്കര തണലാട്ടോ, കാരണം ഫുള്ള് റബ്ബർ മരം കാര്യങ്ങളൊക്കെ ആവണ്ടേ, ഭയങ്കര തണലാണ്. അതുകൊണ്ട് ആ തലക്ക് കാണുന്നതാണ് പശു ഫാം. നമുക്ക് അവിടേക്കൊക്കെ പോയിട്ട് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. കാരണം ഒരു പശു നിൽക്കുന്നുണ്ടോ ഇവിടെ. അഥവാ നമുക്ക് സുഖമാണ്, മറ്റേ പാല് നല്ല ഫ്രഷ് പാല് കാര്യങ്ങൾ കിട്ടും. പിന്നെ കോഴീനെ മറ്റേ 40ാമത്തെ ദിവസമാകുമ്പോൾ കോഴീനെ പിടിച്ചുകൊണ്ട് പോകുന്ന പരിപാടി ഉണ്ട്. അപ്പം നമുക്ക് 1-2 കോഴീനെ പോലെ തരും. എവിടെ കോഴിനെ കാച്ചോക്ക്, ആൾക്കാർക്ക് കാച്ചോക്ക്, അവിടെ ചെന്ന് കാച്ചോക്ക്, ചെല്ല് കോഴിനെ കാച്ചോക്ക്, വായോ അവിടെ കാച്ചോക്ക്, അങ്ങോട്ട് നടക്ക്, അങ്ങോട്ട് നടക്ക്. അപ്പച്ചി നടക്ക്, ഇത് ഇപ്പച്ചിനപ്പോ പോവുള്ളൂ. അതാ കോഴി. കോഴിനെ കാച്ചോക്ക്, കോഴിനെ ഇപ്പച്ചിയുടെ തുണിമന്ന് വിട്, അങ്ങനെ നടക്ക്. കാച്ചോക്ക്, അപ്പച്ചി വരാ, ഇജ്ജ് കോഴിനെ കാച്ചോക്ക്. അതാണ് കോഴി അല്ലേ. അപ്പൊ കോഴിനെ ഞങ്ങൾ കണ്ടു. ഞാൻ അവിടെ പശു എവിടെ? പശു അവിടെ ഒന്ന് പശു ഉണ്ട് അവിടെ അല്ലേ. നടക്കുന്ന എന്നാ പശുവിനെ കാച്ചോക്ക എടുക്കണോ? ഓക്കെ. അപ്പൊ മക്കളെ നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നിലവിൽ ഒരുപാട് പേർക്ക് ലൈൻ വെള്ളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അങ്ങനെ ലൈൻ വെള്ളം കാര്യങ്ങളൊക്കെ വരുന്നവർ നമ്മൾ ഈ പറഞ്ഞ ഐഡിയകളൊന്നും ഉപയോഗിച്ച് നോക്കിട്ടോ. ഭയങ്കര അടിപൊളിയാണ്. നല്ല ഫോഴ്സിൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടും, നല്ല സ്പീഡിൽ വെള്ളം കിട്ടും കേട്ടോ. നമ്മൾ ഈ ഐഡിയ വിജയിച്ചതാണ്, നമ്മൾ വിജയിച്ചു. നമ്മുടെ ഈ അയലോകത്തതാ ഇവരും വിജയിപ്പിച്ചു. അങ്ങനെ എല്ലാവരും വിജയിപ്പിച്ചൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട് ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു നിങ്ങൾ എന്താണ് ഇങ്ങനെ കുഴിച്ചിട്ടുള്ളത് ചോദിച്ചിരുന്നു. നമ്മുടെ കൂട്ടുകാരന്മാർ വരുമ്പോൾ ഒരു ചോദിക്കലുണ്ട് എന്താണ് നിങ്ങളിങ്ങനെ ഇവിടെ കുഴിച്ചിട്ടിട്ടുള്ളതെന്ന്. അതുകൊണ്ടാണ് നമ്മൾ കുഴിച്ചിടാനുള്ള ഒരു കാരണമാണ് നമ്മളിതപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ വീട് ഉണ്ടെങ്കിൽ ഈ വീട് കൂടാതെ നമ്മുടെ ഒരു ഷൂട്ട് ചെയ്തൊരു വീടുണ്ട് നമ്മുടെ അവിടെ
ഫ്രൂട്ട്സ് ഐറ്റംസുകൾ, കൃഷികൾ, റബ്ബർ, കോഴി ഫാം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണിത്. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ്. ഇത് കൂടാതെ വേറൊരു കൂട്ടുകാരൻ്റെ വീടുണ്ട് നമ്മുടെ അയലോക്കത്ത്. അവിടെ നിന്നൊക്കെ നമുക്കൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അടിപൊളി വീഡിയോ ഒക്കെ കേട്ടോ. അപ്പോൾ മക്കളെ, നമുക്കൊരു 50K പെട്ടെന്ന് ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്കൊരു അടിപൊളിയായിട്ട് വരാം കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാനേ കിച്ചണൊക്കെ സെറ്റായി കഴിഞ്ഞാലേ നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ഫാമിലി വ്ളോഗ് പോലെ, അതേപോലെ തന്നെ ഫാമിലി വ്ളോഗ് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോസുകൾ പറഞ്ഞിട്ട് കൊള്ളിട്ടുണ്ട്. അത് കടിക്കണ്ട, ചീച്ചാണ്. കുക്കിങ് നമുക്ക് ഐറ്റംസ് കുക്കിങ്ങിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്താലൊന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അടുക്കളയും വീടൊക്കെ സെറ്റായതിനു ശേഷം നമുക്ക് അങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കരുതുന്നുണ്ട്. അപ്പോൾ മക്കളെ, നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു പറഞ്ഞാൽ താങ്ക് യു പറഞ്ഞോ. ഒരു പ്ലെയിങ് കീസ് കൊടുത്തോളാം. കോയിനെ കണ്ടോ? കോയിനെ കണ്ടു. ഇപ്പോൾ ഇതൊരു പ്ലെയിങ് കീസ് കൊടുക്കും. ഞാൻ മുണ്ടൂല. നമുക്ക് പോവാം. എന്നൊരു പ്ലെയിങ് കീസ് കൊടുക്കും. എന്താ ഫോണൊക്കെ ഒരു അമ്പനെ കണ്ടുപോയി. അപ്പോൾ നമ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ശരിക്കും അവസാനിക്കുകയാണ്.